നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. എരുമപ്പെട്ടി നെല്ലുവായി പാടശേഖരത്തിൽ സാമൂഹ്യവിരുദ്ധരുടെ വിളയാട്ടം. നെല്ലുവായി പട്ടാമ്പി റോഡരികിലെ വിവാഹ മണ്ഡപത്തിനോട് ചേർന്നുള്ള റോഡിലാണ് സാമൂഹ്യവിരുദ്ധർ രാത്രികാലങ്ങളിൽ ഒത്തുകൂടുന്നത്. മദ്യപാനവും ലഹരി വസ്തുക്കളുടെ ഉപയോഗവും ഇവിടെ നടക്കുന്നുണ്ടെന്ന് പറയുന്നു. മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് കുപ്പികളും പാടശേഖരത്തിലെ പല ഭാഗങ്ങളിലും വലിച്ചെറിഞ്ഞ അവസ്ഥയിലാണ്. പാടശേഖരത്തിലെ തോട്ടിൽ തടയണയ്ക്ക് സമീപത്ത് കുപ്പികൾ ചിതറിക്കിടക്കുന്നുണ്ട്. കുപ്പികൾ നെൽവയലുകളിൽ പൊട്ടിച്ചിതറിക്കിടക്കുന്നത് കർഷകർക്ക് ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ്. പരിസരത്തുള്ള വീട്ടുകാർക്കും സാമൂഹിക വിരുദ്ധരുടെ വിളയാട്ടം ശല്യമാകുന്നതായും പരാതിയുണ്ട്. പൊട്ടുന്ന കുപ്പികളും പൊട്ടാത്ത കുപ്പികളായിട്ട് മദ്യപാനികൾ കൊണ്ടുവന്ന് ഈ പാടശേഖരത്തിൽ നിറച്ച് പിന്നീട് ഒരു പണിക്കിറങ്ങുന്ന സമയത്ത് മഴ പെയ്ത് പൂട്ടുകയും മറ്റും ചെയ്യുന്ന സമയത്ത് കൃഷിക്കാരെ കാലിന് മുകളിൽ കുപ്പികൾ പൊട്ടുക, അങ്ങനെ അവർ ആസ്പത്രിയിൽ പോവുക, അങ്ങനെ ദുരിതങ്ങൾ അനവധി സമയങ്ങളായിട്ട് ഇങ്ങനെ ദുരിതങ്ങൾ പല സമയങ്ങളും ഉണ്ടായിട്ടുണ്ട്. പലവർക്കും അത് അനുഭവപ്പെട്ടിട്ടുണ്ട്. ആരും പ്രതികരിക്കാനില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നിരന്തരമായിട്ട് ഇത്തരം മദ്യപാനികളായിട്ടുള്ള സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ചെറുപ്പക്കാർ അവരാണ് ഇത്തരം ദുരിതപൂർണമായിട്ടുള്ള കർഷകർക്ക് ദുരിതപൂർണവും അതേമാതിരി സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു അറുതി വരുത്താൻ സമൂഹത്തിൽ മൊത്തം ആൾക്കാരും പ്രതികരിക്കണം എന്നാണ് എൻ്റെ ഭാഗത്തുനിന്നുള്ള എൻ്റെ അഭിപ്രായം. പൊന്നേറു ഗ്രാമപഞ്ചായത്ത് മന്നലാങ്കുന്ന് ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന മന്നലാങ്കുന്ന് ബീച്ച് ഫെസ്റ്റിന് തുടക്കമായി. ഇന്ന് വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്യും. പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ മറ്റു ജനപ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും. തുടർന്ന് 6 മണിക്ക് പ്രശസ്ത ഗായിക യുംന അജിൻ ടീം നയിക്കുന്ന ഇശൽ നിലാവ് അരങ്ങേറും. ഏപ്രിൽ 2 വൈകിട്ട് 5 മണിക്ക് ദ്രുമതി ടീം നയിക്കുന്ന കൈകൊട്ടിക്കളി, വോയിസ് ഓഫ് മാജിക് ലാബ് ബാനറിൽ പ്രശസ്ത സിനിമാറ്റിക് ഡാൻസർ നിൻസി സേവിയർ ആൻഡ് NFRG മോയൻസ് ടീം നയിക്കുന്ന സിനിമാറ്റിക് ഡാൻസ്, ഗാനമേള എന്നിവ നടക്കും. വിഷുവിനോടനുബന്ധിച്ച് ഏപ്രിൽ 14 വൈകിട്ട് ലാസ്യ നൃത്തസംഘം അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളിയും ദക്ഷിണേന്ത്യയിലെ പ്രശസ്ത ഓർക്കസ്ട്ര ഗ്രൂപ്പ് തൃശൂർ കലാസദൻ നയിക്കുന്ന ഗാനോത്സവ് 2025 നടക്കും. വർണ്ണമഴ എക്സിബിഷൻ, അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. മംഗലാംകുന്ന് ബീച്ച് ഫെസ്റ്റിവലിൽ ആദ്യമായി സ്നോ വേൾഡിൽ ഗോസ്റ്റ് ഹൗസും ഒരുക്കിയിട്ടുണ്ട്. ബീച്ച് വിജയത്തിനായും സന്ദർശകർക്ക് സുരക്ഷ ഒരുക്കുന്നതിനു വേണ്ടിയും 7 സബ് കമ്മിറ്റികൾ രൂപീകരിച്ചാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. വടക്കേക്കാട് SHO അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. വൺ വേ സംവിധാനത്തിലാണ് വാഹനങ്ങൾ നിയന്ത്രിക്കുന്നത്. വൈകിട്ട് 7 മണിക്ക് ശേഷം കടലിൽ ഇറങ്ങുന്നത് ശക്തമായ വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മന്ദലാങ്കുന്ന് ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റി ചെയർമാനുമായ TV സുരേന്ദ്രൻ, കൺവീനറും വാർഡ് മെമ്പറുമായ അസീസ് മന്ദലാങ്കുന്ന്, VK ഇർഷാദുദ്ദീൻ, PK ഹസൻ, PA നസീർ, യൂസഫ് തണ്ണിത്തുറയ്ക്കൽ, മറ്റു ഭാരവാഹികൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകും. ഏപ്രിൽ 20 ബീച്ച് ഫെസ്റ്റിവൽ സമാപിക്കും. ജില്ലാ പഞ്ചായത്ത് കടങ്ങോട് ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ച് നവീകരണം നടത്തിയ AR അംബേദ്കർ നഗർ സാംസ്കാരിക നിലയത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷയായിരുന്നു. വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, അംഗം KR സിമി, മുന്നംഗം സന്ധ്യ ബാലകൃഷ്ണൻ, ഗിൽസൺ എയ്യാൽ, മധു എയ്യാൽ, ലളിത മണി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷവും ഗ്രാമപഞ്ചായത്ത് 2 ലക്ഷവും അടങ്കൽ തുക വകയിരുത്തിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. പ്രദേശത്തെ ആളുകൾക്ക് കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് ഒത്തുകൂടാൻ അംബേദ്കർ സങ്കേതം ഉപകരിക്കും. ഗുരുവായൂർ ക്ഷേത്രം മേൽശാന്തിയായി മലപ്പുറം എടപ്പാൾ കവപ്രമാറത്ത് മനയിൽ അച്യുതൻ നമ്പൂതിരി ചുമതലയേറ്റു. ഏപ്രിൽ 1 മുതൽ അടുത്ത 6 മാസത്തേക്കാണ് മേൽശാന്തിയായി സ്ഥാനമേറ്റത്. വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃതം അധ്യാപകനാണ്. കാണിയമ്പാൽ CMLP സ്കൂളിന്റെ 105ാം വാർഷികവും യാത്രയപ്പ് സമ്മേളനവും അനുമോദന യോഗവും നടത്തി. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ ജയ്സിംഗ് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ KM ഹെസക്കേലിന്റെ സാന്നിധ്യത്തിൽ 2024 മികച്ച നൃത്ത സംവിധാനത്തിന് സംസ്ഥാന പുരസ്കാര ജേതാവായ ജിഷ്ണുദാസിനെയും LSS ജേതാവായ AR അഭിശ്രീകൃഷ്ണയെയും ആദരിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന ആനി പീറ്റർ ടീച്ചർക്ക് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയിലെ മുതിർന്ന അംഗമായ രവി ആനായ്ക്കൽ പൊന്നാടയും സ്മരണികയും നൽകി ആദരിച്ചു. സംഘാടക സമിതി കൺവീനറും പൂർവ്വ വിദ്യാർത്ഥിയുമായ പ്രേംരാജ് മണിയന്ത്ര, സ്റ്റാഫ് സെക്രട്ടറി സിമി സോളമൻ, വാർഡ് കൗൺസിലർ B ബിനീഷ്, CK രവി, ബിജു സൈമൺ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച ശകുന്തള എന്ന ബാലെ പ്രേംരാജ് മണിയന്ത്ര രചനയും രവി ആനായ്ക്കൽ സംവിധാനവും നിർവഹിച്ച
പൂർവ്വ വിദ്യാർത്ഥികളുടെ ഉപനയനം എന്ന നാടകവും കലാപരിപാടികളും അരങ്ങേറി. പ്രമുഖ ഗാന്ധിയനും സ്വാതന്ത്ര്യ സമരത്തിലെ സജീവ പങ്കാളിയുമായിരുന്ന വലിയപുരയ്ക്കൽ കൃഷ്ണന്റെ ശതാബ്ദിയിൽ ഗുരുവായൂർ പാവറട്ടി മേഖലയിലെ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 5-ന് അനുമോദനം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 5 ശനിയാഴ്ച രാവിലെ 11-ന് ഗുരുവായൂർ രുക്മിണി റീജൻസിയിൽ നടക്കുന്ന അനുമോദന ചടങ്ങ് മുൻ നിയമസഭാ സ്പീക്കർ VM സുധീരൻ ഉദ്ഘാടനം ചെയ്യും. NK അക്ബർ MLA ഉപഹാര സമർപ്പണം നടത്തും. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് പൊന്നാട അണിയിക്കും. TN പ്രതാപൻ പ്രശസ്തി പത്രം സമർപ്പിക്കുകയും സ്വാമി പ്രബോധതീർത്ഥ ശിവഗിരി മഠം അനുഗ്രഹ പ്രഭാഷണവും നടത്തും. ചടങ്ങിൽ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. ഏപ്രിൽ 1-ന് കൃഷ്ണന് 100 വയസ്സ് തികയുകയാണ്. സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിരുന്ന കൃഷ്ണൻ സംഘടനയിൽ പാവറട്ടി വില്ലേജ് കോൺഗ്രസ് സെക്രട്ടറി, മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി, ചാവക്കാട് ഫോർട്ട് കൊച്ചി മണ്ഡലം സെക്രട്ടറി, പൊന്നാനി DCC അംഗം എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങളിൽ വിശ്വസിച്ച് SNDP പ്രസ്ഥാനങ്ങളിലും സജീവമായി പ്രവർത്തിച്ചിരുന്നു. ഗുരുവായൂരിൽ കേളപ്പജി നയിച്ച ഗുരുവായൂർ ക്ഷേത്രപ്രവേശന ദിനാചരണത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു പാവറട്ടി സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിൽ പങ്കെടുത്ത യോഗത്തിലേക്ക് പ്രത്യേകം ക്ഷണിക്കപ്പെട്ടിരുന്നു. വിവിധ സാമൂഹ്യ സാംസ്കാരിക വ്യാപാര സംഘടനകളുടെ ഭാരവാഹിത്വം വഹിച്ചു. ഈ അടുത്ത കാലം വരെ സൈക്കിളിൽ സഞ്ചരിച്ച് പൊതുപരിപാടികളിൽ പങ്കെടുത്തിരുന്ന കൃഷ്ണൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വിശ്രമജീവിതം നയിക്കുകയാണ്. ജീവിതത്തിൽ ഖാദി മാത്രം ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. ശതാബ്ദി ആഘോഷ കമ്മിറ്റി ചെയർമാൻ R രവികുമാർ, വർക്കിംഗ് ചെയർമാൻ അരവിന്ദൻ പല്ലത്ത്, ജനറൽ കൺവീനർ ബാലൻ വാർനാട്ട്, ട്രഷറർ VK ജയരാജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഏപ്രിൽ 5 ശനിയാഴ്ച രാവിലെ 11 മണിക്ക് ഗുരുവായൂർ രുക്മിണി റീജൻസിയിൽ വെച്ച് നടക്കുന്ന അനുമോദന ചടങ്ങ് മുൻ നിയമസഭാ സ്പീക്കർ ശ്രീ VM സുധീരൻ, ശ്രീകൃഷ്ണനുമായി ഏറ്റവും അടുപ്പമുള്ള പ്രിയപ്പെട്ട ശ്രീ VM സുധീരൻ ഉദ്ഘാടനം ചെയ്യും. ബഹുമാനപ്പെട്ട MLA ശ്രീ NK അക്ബർ ഉപഹാര സമർപ്പണവും നഗരസഭാ ചെയർമാൻ ശ്രീ M കൃഷ്ണദാസ് പൊന്നാട അണിയുകയും ശ്രീ TN പ്രതാപൻ അക്സർത്തി പ്രശസ്തി പത്രം സമർപ്പിക്കുകയും ചെയ്യും. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറാന ഇടവകയിലെ സെന്റ് സെബാസ്റ്റ്യൻ കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഐബാങ്ക് അസോസിയേഷൻ കേരളയും അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയും ചേർന്ന് നേത്രദാന സമ്മതപത്രം ശേഖരിച്ചു. കുടുംബ കൂട്ടായ്മയിൽ നിന്നുള്ള 50 പേരുടെ നേത്രദാന സമ്മതപത്രം യൂണിറ്റ് പ്രസിഡന്റ് CV ബേബിയിൽ നിന്നും വികാരി ഫാദർ ജോഷി ആളൂർ, സഹവികാരി ഫാദർ ജീസ് അക്കരപ്പറ്റേക്കൽ എന്നിവർ ഏറ്റുവാങ്ങി. ഭാരവാഹികളായ സുനിൽ MF, മോൺസി MJ, ബിബിൻ CB, ഓസ്റ്റിൻ സെബി എന്നിവർ പങ്കെടുത്തു. കൈകോർക്കാം ലഹരിക്കെതിരെ. കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻ ഇടവക കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇടവക പാരിഷ് ഹാളിൽ ലഹരിവിരുദ്ധ ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. കുന്നംകുളം കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് CO ആന്റണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ലഹരിവിരുദ്ധ ജാഗ്രതാ സദസ്സ് വികാരി ഫാദർ ഡൈസൺ മുണ്ടോപുറം ഉദ്ഘാടനം ചെയ്തു. ലഹരിവിരുദ്ധ പ്രവർത്തകനും സാമൂഹിക പ്രവർത്തകനുമായ GM സുരേഷ് ബാബു സമൂഹത്തിൽ ലഹരിയുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു. ലഹരിവിരുദ്ധ ജാഗ്രതാ സദസ്സിന് ഇടവക വികാരി ഫാദർ ഡൈസൺ മുണ്ടോപുറം, കത്തോലിക്ക കോൺഗ്രസ് ഭാരവാഹികളായ CO ആന്റണി, VJ സുനിൽ, ML സുനിൽ, കൈക്കാരന്മാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരുത്തിക്കാട് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കുന്നംകുളം നഗരസഭ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൽപ്പകഞ്ചേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ജ്യോതി P തമ്പി മുഖ്യപ്രഭാഷണം നടത്തി. തൃശൂർ ജില്ലാ പാരാ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻ ഹരി സുധാകരൻ വിശിഷ്ടാതിഥിയായി. തിരുത്തിക്കാട് കൂട്ടായ്മ ഭാരവാഹികളായ അജേഷ് KJ, P അജിത്, അഭിനന്ദ് സാഗർ എന്നിവർ സംസാരിച്ചു. ലഹരിക്കെതിരെ ഈദ് ദിനത്തിൽ പ്രതിജ്ഞയെടുത്ത് യൂത്ത്സ് പുന്നേർകുളം പ്രവർത്തകർ. പെരുന്നാൾ നമസ്കാരത്തിനു ശേഷം പ്രവർത്തകർ ഒത്തുകൂടി ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. അബ്ദുൾ ഗഫൂർ, PP ബാബു എന്നിവർ നേതൃത്വം നൽകി. കരിക്കാട് മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറിയ പെരുന്നാൾ ദിനത്തിൽ പള്ളിയങ്കണത്തിൽ വെച്ച് ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. പെരുന്നാൾ നമസ്കാരത്തിനു ശേഷം നടന്ന പരിപാടിയിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. മഹല്ല് ഖതീബ് അബ്ദുൾ സത്താർ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മഹല്ല് പ്രസിഡന്റ് യൂസഫ് ആലുങ്ങൽ, സെക്രട്ടറി അഷ്റഫ്, ട്രഷറർ ഡോക്ടർ ഷമീർ സുലൈമാൻ, ജമാൽ കരിക്കാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. അറിയിപ്പ്: മാർച്ച് മാസത്തെ റേഷൻ വിതരണം 3-ാം തീയതി വ്യാഴാഴ്ച വരെ നീട്ടിയിട്ടുള്ളതായി ഭക്ഷ്യവിതരണ വകുപ്പ് അറിയിച്ചു. 4-ാം തീയതി വെള്ളിയാഴ്ച റേഷൻ കടകൾ അവധിയായിരിക്കും. ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം 5-ാം തീയതി ശനിയാഴ്ച മുതൽ ആരംഭിക്കും. പറപ്പൂക്കാവ് പൂരാഘോഷത്തിന് കുടിവെള്ള വിതരണം നടത്തി കേച്ചേരിയൻസ്.
UAEയിൽ ജോലി ചെയ്യുന്ന കേച്ചേരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും പ്രവാസികളുടെ സംഘടനയായ കേച്ചേരിയൻസ് കേച്ചേരി പറപ്പൂക്കാവ് പൂരാഘോഷത്തോടനുബന്ധിച്ചാണ് പൂരപ്രേമികളായ കാൽനടയാത്രികർക്കായി മിനറൽ വാട്ടർ സൗജന്യമായി വിതരണം ചെയ്തത്. ചൂണ്ടൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ് വെള്ളം വിതരണം ഉദ്ഘാടനം ചെയ്തു. MM ഷംസുദ്ദീൻ അധ്യക്ഷനായി. ചൂണ്ടൽ പഞ്ചായത്ത് അംഗം ആൻഡോ പോൾ, കേച്ചേരിയൻ സെക്രട്ടറി പ്രവീൺ, ട്രഷറർ പ്രദീപ്, PK മുഹമ്മദ്, ഷക്കീർ പെരുമണ്ണ്, പരീത് മണലി, അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. കേച്ചേരി പറപ്പൂക്കാവ് പൂരമഹോത്സവത്തോടനുബന്ധിച്ച് കേച്ചേരി പീപ്പിൾസ് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ സംഭാര വിതരണം നടത്തി. പൂരദിവസമായ തിങ്കളാഴ്ച തൃശൂർ കുന്നംകുളം റോഡിൽ മുസ്ലിം പള്ളിക്കു സമീപം പ്രത്യേകമായി സജ്ജമാക്കിയ പന്തലിലാണ് സംഭാര വിതരണം നടത്തിയത്. വിതരണത്തിന്റെ ഉദ്ഘാടനം സൊസൈറ്റി പ്രസിഡന്റ് നസീർ കേച്ചേരി നിർവഹിച്ചു. സെക്രട്ടറി അബ്ദുൾ മാലിക് അധ്യക്ഷത വഹിച്ചു. ട്രഷറർ സീതാകുമാരൻ, ജിൻഡോ വിൻസെന്റ്, P പത്മജ ബാലകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പൂരദിവസം അത്യാഹിത സേവനങ്ങൾക്കായി പീപ്പിൾസ് സൊസൈറ്റിയുടെ സൗജന്യ ആംബുലൻസ് സേവനവും സജ്ജമാക്കിയിരുന്നു. 4ാം വർഷവും റംസാൻ പാട്ടുകൾ പാടി ചങ്ങരംകുളം തെരിയത്ത് സ്വദേശി 8ാം ക്ലാസ് വിദ്യാർത്ഥി ഫെർമീസ് താരമാകുന്നു. ചങ്ങരംകുളം മൂക്കുതല തെരിയത്ത് അച്ചുവീട്ടിൽ അഷ്റഫ് സലീന ദമ്പതിമാരുടെ 3 മക്കളിൽ ഇളയ മകൻ ഫെർമീസ് ആണ് ഈദും നിലാവ് 2025 റംസാൻ ആൽബത്തിൽ പാട്ടുകൾ പാടിയത്. മലയാളം, അറബി ഗാനം, മാപ്പിളപ്പാട്ട് തുടങ്ങിയ ഗാനങ്ങളിലൂടെ കുടുംബത്തിനകത്തു നിന്നാണ് കൊച്ചുമിടുക്കൻ പാട്ടുകൾ പാടി തുടങ്ങിയത്. സംഗീതത്തിനോടുള്ള താല്പര്യമറിഞ്ഞ് വീട്ടുകാർ ശ്രീനിവാഷയുടെ പക്കൽ ശാസ്ത്രീയ സംഗീതം പഠിപ്പിച്ചു. വിദ്യാർത്ഥിയുടെ പടിപടിയായുള്ള ഉയരങ്ങൾക്ക് പിറകിൽ റഷീദ് ആലിക്കരയുടെ മികച്ച പിന്തുണയും വലിയ പ്രോത്സാഹനവും മുതൽക്കൂട്ടായി. കഴിഞ്ഞ 4 വർഷമായി ചെറിയ പെരുന്നാളിനും വലിയ പെരുന്നാൾ ബക്രീദിനും ആത്മീയ ഗാനങ്ങളുടെ ആൽബങ്ങളിൽ പാട്ടുപാടി ഫെർമീസ് താരമായി. പള്ളികളിലെ മജ്ലിസുകളിലും കുടുംബക്കാരുടെ വിവാഹവേദികളിലും പാടിയ പാട്ടുകളെല്ലാം ഓരോ തവണയും സംഗീതത്തിന്റെ ഉയരങ്ങളിലേക്കുള്ള ചവിട്ടുപടികളായി. ആൽബത്തിനായി ലഭിച്ച അവസരങ്ങളിൽ പാടിയ പാട്ടുകൾ ഇതിനകം വൈറലായിട്ടുണ്ട്. ഇപ്പോൾ സീസൺ 7 കുട്ടിക്കുപ്പായം മാപ്പിളപ്പാട്ട് മത്സരത്തിൽ 2ാം റൗണ്ടിൽ എത്തിയ മിടുക്കൻ ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണ്. മൂക്കുതല PCNGH സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഫെർമീസ് സ്കൂൾ യുവജനോത്സവങ്ങളിൽ ലളിതഗാനം, മാപ്പിളപ്പാട്ട്, അറബി ഗാനം തുടങ്ങിയ ഇനങ്ങളിൽ നിരവധി സമ്മാനങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. തൃശൂർ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജനകീയാസൂത്രണ പദ്ധതി നടത്തിപ്പിലും നികുതി പിരിവിലും ചാവക്കാട് നഗരസഭ ഒന്നാമതെത്തി. ജനകീയാസൂത്രണ പദ്ധതിയിൽ സംസ്ഥാന തലത്തിൽ ആദ്യ 10ൽ ഇടം നേടാനും നഗരസഭയ്ക്ക് സാധിച്ചു. ജനകീയാസൂത്രണ പദ്ധതി നടത്തിപ്പിന്റെ ഭാഗമായി അടിസ്ഥാന സൗകര്യ വികസനം, മാലിന്യ സംസ്കരണം, കാർഷിക മേഖലയിലെ പുരോഗതി, സാമൂഹിക സുരക്ഷാ പദ്ധതികൾ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ നഗരസഭ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. നികുതി പിരിവിലെ കാര്യക്ഷമതയും നഗരസഭയുടെ നേട്ടങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. കൃത്യമായ നികുതി പിരിവിലൂടെ തനത് വരുമാനം വർദ്ധിപ്പിക്കാനും അതുവഴി കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്താനും നഗരസഭയ്ക്ക് സാധിച്ചു. വാർഡ് 9, 12, 26, 27 എന്നിവ നികുതി പിരിവിൽ 100% നേട്ടം കൈവരിച്ചിട്ടുണ്ട്. ഈ നേട്ടങ്ങൾ കൈവരിക്കാൻ സഹായിച്ച എല്ലാ ജീവനക്കാർക്കും ജനപ്രതിനിധികൾക്കും നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് നന്ദി അറിയിച്ചു. കോട്ടപ്പടി അഭയഭവൻ കോർഡിനേറ്റേഴ്സിന്റെ സംഗമവും അഭയഭവന് ലഭിച്ച ആംബുലൻസിന്റെയും ജനറേറ്ററിന്റെയും ഉദ്ഘാടനവും അഭയഭവൻ പ്രസിഡന്റും മലങ്കര ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസന മെത്രോപൊലീത്തയുമായ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രോപൊലീത്ത ഉദ്ഘാടനം ചെയ്തു. അഭയഭവൻ വൈസ് പ്രസിഡന്റ് ഫാദർ ജോസഫ് ചെറുവത്തൂർ, ഡയറക്ടർ ഫാദർ ഷിജു കാട്ടിൽ, കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷൻ പ്രസിഡന്റ് സൈമൺ PC, ഡോക്ടർ തോമസ് മാത്യു, ജ്യോതി, അജിത് M ചീരൻ, ഷിജു TC എന്നിവർ സംസാരിച്ചു. പച്ചയായ മനുഷ്യരുടെ കഥകളും ഗ്രാമീണ ഭാഷയുടെ ശീലും മനോഹരമായി അവതരിപ്പിച്ച കൊച്ചന്നൂർ സ്വദേശി മുസ്തഫ പെരുമ്പറത്തിന്റെ ചെറുകഥാ സമാഹാരം ഒപ്പാരി ദുബായ് ഗർഹൂദിലെ ബ്ലൂ സിറ്റി റെസ്റ്റോറന്റിൽ പ്രകാശനം ചെയ്തു.
കവി മുരളി മംഗലത്ത് കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ ഇസ്മയിൽ മേലടിക്ക് നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു. അനിൽകുമാർ CP അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഷംസീർ ചാത്തോത്ത് പുസ്തക പരിചയം നടത്തി. ചടങ്ങിൽ സാദിഖ് കാവിൽ, നിസാർ ഇബ്രാഹിം, YA സാജിദ, ഷാജി ഹനീഫ്, ജോയ് ഡാനിയൽ തുടങ്ങിയവർ സംസാരിച്ചു. കഥാകൃത്ത് മുസ്തഫ പെരുമ്പറത്ത് മറുപടി പറഞ്ഞു. ദുബായിലെ സാംസ്കാരിക കൂട്ടായ്മയായ കാഫ് ദുബായിയാണ് നോമ്പുതുറയോടൊപ്പം പുസ്തക പ്രകാശനം ഒരുക്കിയത്. വെങ്കിടങ്ങ് കോറളി ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. മാർച്ച് 30 മുതൽ ഏപ്രിൽ വരെയുള്ള ദിവസങ്ങളിലായാണ് തെക്കേടം നാഗരാജൻ നമ്പൂതിരി ആചാര്യനായ സപ്താഹ യജ്ഞം നടക്കുന്നത്. യജ്ഞം നടക്കുന്ന ദിവസങ്ങളിൽ രാവിലെ 6:30 സഹസ്രനാമജപത്തിന് ശേഷമാണ് പാരായണം ആരംഭിക്കുക. ആദ്യ ദിനത്തിൽ മഹാത്മ്യ പാരായണം, പ്രഭാഷണം എന്നിവയോടെയാണ് സപ്താഹത്തിന് തുടക്കം കുറിച്ചത്. ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടക്കുന്ന ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്കായി പ്രസാദ ഊട്ടും നടക്കും. ഭക്ഷണമൊരുക്കുന്നതിനായി ക്ഷേത്രസമിതിയുടെ നേതൃത്വത്തിൽ കലവറ നിറയ്ക്കൽ ആരംഭിച്ചിട്ടുണ്ട്. കുട്ടഞ്ചേരി തൂമ്പിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ നാഗപ്രതിഷ്ഠ തന്ത്രി നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെ നിർദ്ദേശത്തിൽ പാതിരിക്കുന്നുമന സുരേഷ് നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. രാവിലെ വിശേഷാൽ പൂജകൾ, വൈകിട്ട് സർപ്പബലി, പഞ്ചവാദ്യം എന്നിവ നടന്നു. ഈദ് ദിനത്തിൽ SDPI പുന്നയൂർകുളം പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ ക്യാമ്പയിൻ നടത്തി. ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതി, വഖഫ് സ്വത്തുകൾ തട്ടിയെടുക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഗൂഢശ്രമം, പ്രതിപക്ഷ നേതാക്കളെയും വിമർശകരെയും കയ്യാമം വയ്ക്കാനുള്ള രാഷ്ട്രീയ ഉപകരണമായി EDയെ ഉപയോഗപ്പെടുത്തുന്നത് തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചായിരുന്നു ക്യാമ്പയിൻ. അണ്ടത്തോട് സെന്ററിൽ നടന്ന ഫലസ്തീൻ ഐക്യദാർഢ്യ പരിപാടിയിൽ SDPI ജില്ലാ ട്രഷറർ യഹിയ മന്നലാങ്കുന്ന്, മണ്ഡലം വൈസ് പ്രസിഡന്റ് ജബ്ബാർ അണ്ടത്തോട്, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സക്കരിയ പൂക്കാട്ട് എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,510 രൂപ, പവന് 68,080 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 112 രൂപ. ചരമം: ചൊവ്വന്നൂർ പൊതുരുത്തുവളപ്പിൽ ദേവകി നിര്യാതയായി. 96 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് വീട്ടുവളപ്പിൽ നടന്നു. ദാസൻ, രാധ, സുബ്രഹ്മണ്യൻ, രമണി ചന്ദ്രൻ, ഗീതാപ്രസാദ് എന്നിവർ മക്കളാണ്. എളവള്ളി പറക്കാട് കരുമത്തിൽ പരേതനായ ഗോപാലൻ ഭാര്യ കമല നിര്യാതയായി. 84 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12-ന് എളവള്ളി പഞ്ചായത്ത് ക്രിമിറ്റോറിയത്തിൽ നടന്നു. മഹേഷ്, സന്ധ്യ എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.